trouble than a mess you've been walk on the water. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുമസും തിരഞ്ഞെടുപ്പുകളും. ഉണ്ണീശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ ആഗമനകാല ഒരുക്കത്തിൽ ഇന്ന് നാം ക്രിസ്തുമസ് നാളുകളിലെ വില്ലൻ എന്ന് കരുതാവുന്ന ഹെറോദസ് രാജാവിനെ കുറിച്ചാണ് ധ്യാനിക്കുക. ജ്ഞാനികൾക്ക് സംഭവിച്ച ഒരു അബദ്ധ സഞ്ചാരത്തിൽ നിന്നുമാണ് ആ രാജാവിനെക്കുറിച്ചുള്ള വിവരണം വേദപുസ്തകത്തിൽ ആരംഭിക്കുന്നത്. ജ്ഞാനികളുടെ കൺമുമ്പിൽ നിന്നും നക്ഷത്രം മറയപ്പെടുന്നതും ആ രാജാവിൻ്റെ മുമ്പിൽ അവർ ഹാജരാക്കപ്പെടുന്നതും ഒരുപക്ഷെ ഒരു അബദ്ധമായിരുന്നില്ലെങ്കിലോ? ഒന്ന് നോക്കിയാൽ ജ്ഞാനികളുടെ സ്വദേശം മുതൽ ജെറുസലേം വരെയും വളരെ കൃത്യമായി അവരെ നയിച്ച നക്ഷത്രം പിന്നീട് കൊട്ടാരത്തിന് പുറത്തും അവരെ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് അവരിൽ നിന്നും മറയപ്പെട്ടു. അത് മറയപ്പെടുന്നത് ജെറുസലേമിൽ വെച്ചാണെന്നാണ് പറയുക. ഹെറോദസ് രാജാവിൻ്റെ കൊട്ടാരത്തിന് മുമ്പിൽ വെച്ചായിരിക്കാം. അവർക്ക് അത്യാവശ്യം ടെൻഷനൊക്കെ നൽകി. തങ്ങളുടെ യാത്ര വെറുതെ ആയിപ്പോയോ, തങ്ങൾ കബളിപ്പിക്കപ്പെട്ടോ എന്നൊക്കെ ചിന്തിക്കാനിടയുള്ള ടെൻഷൻ നിറഞ്ഞ ആ നിമിഷങ്ങളിൽ അവർ എത്തിച്ചേരുന്നത് ഹെറോദസ് രാജാവിൻ്റെ മുൻപിലാണ്. വിദേശികളായ അവർ എത്തിച്ചേരുന്നത് യൂദയാ ദേശം മുഴുവനും ഭരിക്കുന്ന അത്യാവശ്യം സെക്യൂരിറ്റിയൊക്കെയുള്ള ഒരു രാജാവിൻ്റെ മുമ്പിലാണ്. ആ ഒരു അബദ്ധം നടന്നില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. ജ്ഞാനികൾ അവരുടെ ദേശത്തു നിന്നും അവരുടെ വീട്ടിൽ നിന്നും നക്ഷത്രത്തെ പിന്തുടർന്ന് ആരംഭിച്ച യാത്ര വളരെ കൃത്യമായി അവസാനിക്കേണ്ടത് രക്ഷകൻ്റെ പുൽക്കൂട്ടിൽ തന്നെയാണ്. കാരണം എല്ലാം കൃത്യമായി അണിയിച്ചൊരുക്കിയ ദൈവമയച്ച നക്ഷത്രമാണത്. ആ ദിവ്യചൈതന്യം ഒരിടവേളയിൽ അവരുടെ കണ്ണിൽ നിന്നും മറയപ്പെട്ടത് വെറുതെയാകാനിടയില്ല. അത് ഒരബദ്ധമല്ല. അതിനും ഒരു ഉദ്ദേശമുണ്ട്. ആ ഒരു ഉദ്ദേശം അത് നിറവേറ്റുകയും ചെയ്തു. അത് ഹെറോദേസിനുള്ള ക്ഷണമായിരുന്നു. ഇനി നാം പുൽക്കൂട്ടിലേക്ക് നോക്കിയാൽ അവിടെ വളരെ ചുരുക്കം ചില സന്ദർശകർക്ക് മാത്രമാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. മാലാഖമാരാൽ ഇടയന്മാർക്കും നക്ഷത്രം നയിച്ചു കൊണ്ടുവന്ന ജ്ഞാനികൾക്കും ഇടയ്ക്കൊരു അബദ്ധ സഞ്ചാരത്തിന് എന്ന വണ്ണം ജ്ഞാനികൾക്ക് വഴിതെറ്റിപ്പോയപ്പോൾ ഒരു പാപിയും ക്രൂരനും അധികാരമോഹിയുമായ ഒരു രാജാവിനും രക്ഷകൻ്റെ പുൽക്കൂട്ടിലേക്കൊരു ക്ഷണം ലഭിച്ചിരുന്നല്ലോ. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാനിടയുള്ള ആ അപൂർവ നിമിഷത്തിൽ ഹെറോദസ് രാജാവ് ഒന്ന് എളിമപ്പെട്ടിരുന്നെങ്കിലോ? ആ തിരുസന്നിധിയിൽ ഹെറോദസ് രാജാവും ഒരുപക്ഷെ എത്തിച്ചേർന്നേനെ. എന്നാൽ നാം പിന്നീട് കാണുന്നത് ഒരു മത്സരമാണ്. ഹെറോദസ് ദൈവവുമായി തൻ്റെ അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്നു. ആ ദൈവത്തെ കൈപ്പിടിയിൽ ഒതുക്കുവാനായിട്ട്, തൻ്റെ അധികാരത്തിൽ ഒതുക്കുവാനായിട്ട് തൻ്റെ നാട്ടിലെ ഉന്നതന്മാരുമായിട്ട് ഹെറോദസ് കൂടിയാലോചിക്കുന്നു. സൈന്യത്തെ അയച്ച് അവനെ അന്വേഷിക്കുന്നു. എന്നാൽ പിന്നീടെല്ലാം കൃത്യമായിരുന്നു. ജ്ഞാനികൾക്ക് കൃത്യമായി സന്ദേശം ലഭിക്കുന്നു. ഇനി ഒരിക്കലും ഹെറോദസിൻ്റെ പക്കലേക്ക് മടങ്ങിപ്പോകരുത്. ജോസഫിനും സ്വപ്നം ലഭിക്കുന്നു, ഹെറോദസിൽ നിന്നും അകന്ന് ഈജിപ്തിലേക്ക് പോവുക. സ്നേഹമുള്ളവരെ, വളരെ എളുപ്പം എത്താമായിരുന്ന ഉണ്ണിയേശുവിൻ്റെ സന്നിധിയിൽ പിന്നീട് ഒരിക്കലും ആ രാജാവിന് എത്തിച്ചേരാൻ ആയില്ല എന്നുള്ളതാണ് ഹെറോദസ് രാജാവിൻ്റെ ജീവിതം നൽകുന്നൊരു പാഠം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഈശോ പറയുന്നതായിട്ട് നാം ഇങ്ങനെ വായിക്കുന്നു: അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല.